ദേവിയുടെ കുളം. 1986 ഒരു ഉച്ചതിരിഞ്ഞ് സൂര്യൻ പടിഞ്ഞാറോട്ട് ചായുന്ന സമയം കാർത്തിക് തന്റെ കൂട്ടുകാരുമായി മീൻ പിടിക്കാൻ പോവുകയായിരുന്നു. അവരുടെ ലക്ഷ്യം ഗ്രാമത്തിലെ പഴയ അമ്പലക്കുളമായിരുന്നു. കുളക്കടവിലെത്തിയപ്പോൾ കൂട്ടുകാർ ചിരിച്ചും കളിച്ചും ചൂണ്ടയിടാൻ തുടങ്ങി. കാർത്തികും അവരോടൊപ്പം ചേർന്നു. മീൻ കിട്ടുമെന്ന പ്രതീക്ഷയോടെ ചൂണ്ട വെള്ളത്തിലേക്ക് താഴ്ത്തി. സമയം കടന്നുപോയി. പക്ഷേ ആരുടെയും ചൂണ്ടയിൽ ഒരു മീൻ പോലും കുടുങ്ങിയില്ല. കാർത്തിക് അല്പം നിരാശയോടെ ചുറ്റും നോക്കി. അപ്പോഴാണ് ഒരു വൃദ്ധയായ സ്ത്രീ കുളക്കടവിലേക്ക് വരുന്നത് അവൻ കണ്ടത്. ആ വൃദ്ധയുടെ പേര് നിർമ്മല എന്നായിരുന്നു. അവർ പതിയെ കാർത്തികിന്റെ അടുത്തേക്ക് വന്നു. അവരുടെ കണ്ണുകളിൽ വാത്സല്യം നിറഞ്ഞിരുന്നു. മോനെ, ഈ അമ്പലക്കുളത്തിൽ മീൻ കിട്ടില്ല. ഇത് ദേവിയുടെ കുളമാണ്, നിർമ്മല ശാന്തമായി പറഞ്ഞു. നീ നിന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകൂ, ഇവിടെ നിൽക്കരുത്. കാർത്തിക് അല്പം അമ്പരന്നു. എന്നിരുന്നാലും ആ വൃദ്ധയുടെ വാക്കുകളിൽ എന്തോ ഒരു സത്യമുണ്ടെന്ന് അവന് തോന്നി. അവൻ ചൂണ്ടയെടുത്ത് കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാനൊരുങ്ങി. കാർത്തിക് കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നതിലും മുൻപേ ഒരു വലിയ ശബ്ദം കേട്ടു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അമ്പലക്കുളത്തിന്റെ കൽപ്പടവുകൾ ഇടിഞ്ഞു വീഴുന്നതാണ്. കാർത്തിക് ഞെട്ടിപ്പോയി. അവൻ നിന്നിരുന്ന ഭാഗം പൂർണ്ണമായും തകർന്നുപോയിരുന്നു. നിർമ്മലയുടെ വാക്കുകൾ ഓർത്ത് അവൻ അത്ഭുതപ്പെട്ടു. അവൾ പറഞ്ഞതുകൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്ന് അവന് മനസ്സിലായി. ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. കാർത്തിക് സുരക്ഷിതനാണെന്ന് കണ്ടപ്പോൾ അവർക്ക് ആശ്വാസമായി. എല്ലാവരും നടന്ന സംഭവം കണ്ട് അത്ഭുതപ്പെട്ടു. അത് ദേവിയായിരുന്നു. അമല എന്ന അമ്മയുടെ ശബ്ദം അവിടെ കൂടി നിന്നവർക്കിടയിൽ മുഴങ്ങി. നമ്മുടെ കാർത്തികിനെ രക്ഷിക്കാൻ വന്ന ദേവി. എല്ലാവരും ആ വാക്കുകൾ കേട്ട് നിശബ്ദരായി നിന്നു. Subscribe for more. Thank you.